ഹായ് മക്കളെ, 2025 ജെഇ മെയിൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ പല ആളുകളുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ടെൻഷൻ കടന്നുകൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ലോഗ്സ് വന്നുപോയി. കുറച്ച് ചാപ്റ്ററുകളൊക്കെ പഠിക്കാൻ പറ്റിയില്ല, പെൻഡിങ്ങിലായിപ്പോയി. അപ്പോൾ ബാക്ക്ലോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ടോ? 2025 ജെഇ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വപ്നത്തിന് ഈ ബാക്ക്ലോഗ്സ് ഒരു വിലങ്ങുതടിയാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ, ഇതിവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മക്കളെ, ബാക്ക്ലോഗ്സ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങൾ ഏത് ടോപ്പറോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്കൊക്കെയും ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ഈ ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മുടെ മുന്നിലുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ പലരും. മക്കളെ, ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ആവശ്യത്തിന് സമയമുണ്ട്. നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും അതെല്ലാം പഠിച്ച് 2025 ജനുവരി സെഷനിൽ ജെഇ മെയിൻ ക്രാക്ക് ചെയ്യാനുള്ള സമയം ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. നമ്മുടെ മുന്നിലുള്ള സമയത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിലവിൽ ക്ലാസ് റൂമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്തിട്ടാവരുത് നിങ്ങൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ ക്ലാസ് റൂമിൽ പോകുന്നതെങ്കിൽ ഇനി ബാക്ക്ലോഗ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളുണ്ട്. ആ 2 ചാപ്റ്ററുകൾ 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ചാപ്റ്റർ പഠിച്ചു കൊള്ളാം എന്നൊരിക്കലും നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. അതൊരു വലിയ മണ്ടത്തരായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ചാപ്റ്റർ ഏതാണോ അത് അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക. അതിനൊപ്പം ബാക്ക്ലോഗ്സ് കൂടി പഠിക്കാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം നിങ്ങൾ ബാക്ക്ലോഗ്സ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കാം. ആ ചാപ്റ്റേഴ്സിൽ കഴിഞ്ഞൊരു 5 or 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഒരു വെയിറ്റേജ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾ ഈ ചാപ്റ്ററുകളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാം. ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ബാക്ക്ലോഗ്സ് പഠിച്ചു തുടങ്ങാവുള്ളൂ. കാരണം ചില ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്കറിയാമോ, ചില ചാപ്റ്ററുകളിൽ നിന്നൊക്കെ 2 or 3 ചോദ്യങ്ങളൊക്കെ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. എന്നാൽ ചില ചാപ്റ്ററുകളിൽ നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ചോദിക്കാത്ത ചോദ്യമുള്ള ചാപ്റ്ററുകൾക്ക് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററുകൾക്ക് ഹൈ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ലിസ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് അതേ ഓർഡറിൽ പഠിക്കുകയും വേണം ബാക്ക്ലോഗ്സ്. ഇനി എപ്പോഴാണ് നമ്മൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യേണ്ടത്? പലരും ചെയ്യാറുള്ളൊരു കാര്യം, 1 or 2 ദിവസം ഫ്രീ കിട്ടുന്ന സമയത്ത്, അവധി കിട്ടുന്ന സമയങ്ങളിൽ ഈ ബാക്ക്ലോഗ്സ് ഉള്ള ചാപ്റ്ററുകൾ ഒരു 2 or 3 ചാപ്റ്റർ ഒരുമിച്ച് അങ്ങ് പഠിക്കും. സത്യത്തിൽ അത് എഫക്റ്റീവ് ആണോ? ഒരിക്കലുമല്ല. അതിന് പകരം ഓരോ ദിവസവും നിങ്ങളെ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ഉറക്കത്തിൽ നിന്നാവാം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്താകാം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്താകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സ്പെൻഡ് ചെയ്യുന്ന സമയമാകാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് സമയമാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിന്നെല്ലാം കുറേശ്ശെ സമയം നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ ഒരു 1 hour ഡെയിലി, ഒരു 1 hour നിങ്ങൾക്ക് ബാക്ക്ലോഗ്സിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രയോറിറ്റി ഓർഡർ ഉണ്ടല്ലോ, അതനുസരിച്ച് ചാപ്റ്ററുകൾ പതിയെ പഠിച്ചു പോകുക. ഒരു ദിവസം ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ആ ചാപ്റ്റർ 1 or 2 ദിവസം കൊണ്ട് തീർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഇതിനേക്കാളേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ടോപ്പിക്കുകളെല്ലാം കഴിഞ്ഞാൽ റിവിഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ റിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് നമുക്ക് ഈ ബാക്ക്ലോഗ്സ് ഉള്ള ചാപ്റ്ററുകൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് എന്ന് പറയുന്ന പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ബാക്ക്ലോഗ്സ് ഉണ്ട് എന്ന ടെൻഷൻ നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. ബാക്ക്ലോഗ്സ് നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് സ്വയം വിശ്വസിപ്പിക്കുക. അതല്ലെങ്കിലുള്ള കുഴപ്പം, നിലവിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ നിലവിൽ ക്ലാസ് റൂമിൽ എടുക്കുന്ന ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുള്ള ഒരു കഴിവില്ലാതായി പോകും, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ കൊണ്ട് നിലവിലുള്ള ചാപ്റ്ററുകളിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകും. അപ്പോൾ രണ്ടും ഇല്ലാതെയാവും. നിലവിൽ ക്ലാസ് റൂമിൽ പോകുന്ന ചാപ്റ്ററുകളും ഇല്ലാതെയാകും, ബാക്ക്ലോഗ്സും ഇല്ലാതെയാകും. അല്ലെങ്കിൽ നിലവിൽ ക്ലാസ് റൂമിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ആയിട്ട് പിന്നീട് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകരുത്. അത് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോഴും പറഞ്ഞ കാര്യം മറക്കരുത്, നമ്മുടെ ലൈഫിലെ കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ ചില ത്യാഗങ്ങൾക്ക് തയ്യാറാണെങ്കിൽ വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, IITകളിൽ, NITകളിൽ
നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഞ്ച് എടുത്ത് പഠിച്ച് അവിടുന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുക എന്നുള്ള വലിയൊരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ഒരു പാഷനായിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഒരു ഫയറായിട്ട് കിടപ്പുണ്ടെങ്കിൽ, മക്കളെ നിങ്ങൾക്കതിന് സാധിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ സാക്രിഫൈസുകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബാക്ക്ലോഗ്സ് ഒരു വിഷയമല്ല, നമുക്കത് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയാൽ. സോ ഞങ്ങളൊക്കെ കൂടെയുണ്ട്, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നു. 2025 JEE മെയിൻ നമ്മൾ ഈസിയായി ക്രാക്ക് ചെയ്യുന്നു.